ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വെൽക്കം ടു സന്ധ്യാസ് വ്ളോഗ്സ്. ഞാനിന്ന് എവിടെയാണ് വന്നേക്കുന്നതെന്നറിയോ? ഗുരുവായൂർ അമ്പലത്തിനടുത്തുള്ള ഒരു ഓഡിറ്റോറിയത്തിലേക്കാണ്. ആ ഓഡിറ്റോറിയത്തിൻ്റെ പേരാണ് സൂര്യ ചന്ദന ഓഡിറ്റോറിയം. അവിടെയാണ് നാളെ എൻ്റെ കസിൻ്റെ കല്യാണമാണ്. അപ്പോൾ തലേ ദിവസത്തെ കുറച്ച് പരിപാടികൾക്കൊക്കെ ഇത് വന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ റിലേറ്റീവ്സ് എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു കേട്ടോ, ഞങ്ങളുടെ കസിൻ്റെ തലേ ദിവസത്തെ കല്യാണ ചടങ്ങിലേക്കും അതുപോലെ തന്നെ നമ്മുടെ നാളത്തെ കല്യാണ ഫംഗ്ഷനിലേക്കും നമുക്കൊന്ന് പോയാലോ? വരും. ഇതാണ് സൂര്യ ചന്ദന. ഒരുപാട് മുഹൂർത്തങ്ങളുള്ള ദിവസമാണ് മെയ് 8-ാം തീയതി. അപ്പോൾ മെയ് 8-ാം തീയതിയാണ് എൻ്റെ കസിൻ്റെ കല്യാണം. അപ്പോൾ തലേദിവസത്തെ ഒരു കുറച്ച് ചടങ്ങുകൾ വെച്ചാൽ അങ്ങനെ വലിയ ചടങ്ങുകളൊന്നുമില്ല, എന്നാലും നമ്മളെല്ലാവരും റിലേറ്റീവ്സ് എല്ലാവരും ഒത്തുകൂടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സൂര്യ ചന്ദനായും നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിന് അവിടെ നിന്ന് ഒരു 5 മിനിറ്റ് അത്രേ ഉള്ളൂ കേട്ടോ. എല്ലാ ഹോട്ടൽസും നമുക്ക് റൂം പോലും സത്യം പറഞ്ഞാൽ കിട്ടാനില്ല, അത്രയ്ക്ക് തിരക്കാന്ന് തന്നെ പറയാം. നല്ലൊരു ഇൻ തന്നെയായിരുന്നു, ഹോട്ടൽ തന്നെയായിരുന്നു കേട്ടോ. നല്ല അടിപൊളിയാണ് എല്ലാം കൊണ്ടും. അതിൻ്റെ പെരുമാറ്റം കൊണ്ടാണെങ്കിലും റൂംസൊക്കെ നല്ല അടിപൊളി റൂംസും കാര്യങ്ങളും എല്ലാമാണ്. അപ്പോൾ നമുക്ക് അകത്തേക്കൊന്ന് കയറിയാലോ? അകത്തേക്ക് നമ്മൾ കയറുമ്പോൾ തന്നെ നല്ല അട്രാക്റ്റീവായിട്ടുള്ള നല്ല പിക്ചേഴ്സ്, കൃഷ്ണൻ്റെയും രാധേൻ്റെയും പടങ്ങളും അങ്ങനെ എല്ലാമാണ്. പിന്നെ അകത്തേക്ക് റൂംസൊക്കെ നല്ല ഫെസിലിറ്റിയും കാര്യങ്ങളും എല്ലാമാണ് കേട്ടോ. ഞാൻ ഓഡിറ്റോറിയം കാണിച്ചു തരാം കേട്ടോ. നാളെ കല്യാണം നടക്കാമ്പോൾ നമ്മുടെ കല്യാണ മണ്ഡപം ഞാൻ കാണിച്ചു തരാം. താലികെട്ടിലെ ഗുരുവായൂർ അമ്പലത്തെ നടയിൽ വെച്ചിട്ടാണ് കല്യാണം, നമുക്ക് ഈ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ്, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ തന്നെ റിസപ്ഷൻ ഭാഗമാണ് ഈ കാണുന്നത്. റിസപ്ഷൻ ഭാഗം നല്ല മ്യൂറൽ പെയിൻറ്റിങ്സും കൃഷ്ണൻ്റേതായ കുറേ പടങ്ങൾ, നല്ല രസമാണ്. നമുക്ക് ഭയങ്കര ഒരു സന്തോഷമൊക്കെ തോന്നിക്കുന്ന രീതിയിലുള്ള പോസിറ്റീവ് എനർജിയുള്ള സ്ഥലമാണ്. പിന്നെ നമ്മൾ സൈഡിലേക്ക് വരുമ്പോൾ കല്യാണ മണ്ഡപത്തിലേക്കുള്ള കയറുമ്പോഴുള്ള കാഴ്ചയാണ്. നല്ലൊരു അരുവിയിൽ ഇങ്ങനെ വെള്ളം ഒഴുകി വന്ന പോലെ കല്ലൊക്കെ ഇങ്ങനെ വെച്ച് നല്ലൊരു പ്രത്യേക ഒരു ഭംഗിയുള്ളൊരു എൻട്രൻസ് ഭാഗം തന്നെയാണ് ഓഡിറ്റോറിയത്തിലുണ്ട്. വെള്ളമൊക്കെ ഇഷ്ടംപോലെ മീനുകളൊക്കെ ഇങ്ങനെ ഒഴുകുന്നതും ഇതൊക്കെ നമുക്ക് കാണാം. നാളെ കല്യാണത്തിൻ്റെ ദിവസവും ഇതെല്ലാം ഓണാവും. അപ്പോൾ ഒരുപാട് ഇങ്ങനെ വെള്ളം ഇങ്ങനെ അരുവിയിൽ ഒഴുകി വന്ന പോലത്തെ മനോഹരമായ കാഴ്ചയൊക്കെ ആയിരിക്കും നാളെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഞാൻ കല്യാണ തലേദിവസം ഞങ്ങളുടെ ബന്ധുക്കളെല്ലാവരും ഉണ്ട് കേട്ടോ. ഞാൻ ആരുടെയും വീഡിയോസിലേക്ക് ആർക്കും അങ്ങനെ വരാനായിട്ട് വലിയ താല്പര്യത്തോടെ ആരെയും ഞാൻ അതിനകത്തേക്ക് കാണിച്ചില്ല എന്ന് മാത്രമുള്ള എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇതാണ് ഓഡിറ്റോറിയം കേട്ടോ. ഓഡിറ്റോറിയത്തിൻ്റെ പേരാണ് അശ്വതി, അതാണ് ഓഡിറ്റോറിയത്തിൻ്റെ പേര് കേട്ടോ. അപ്പം നമുക്ക് അതിനകത്തേക്ക് ഒന്ന് കയറിയാലോ? അപ്പോൾ നല്ലൊരു സെറ്റ് ചെയ്തിട്ടുണ്ട്, ചെയേഴ്സും എല്ലാം റെഡിയാണ് കേട്ടോ. ഇവിടെ വേറെ തലേദിവസം അങ്ങനെ വലിയ ഫംഗ്ഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. ജസ്റ്റ് ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങനെ ഒത്തൊരുമിച്ച് വളരെ സംസാരിച്ച് സന്തോഷമായിട്ട് അങ്ങനെ ഇരുന്നു. പിന്നെ ഓഡിറ്റോറിയം സെറ്റിങ്സും പിന്നെ അവിടുത്തെ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യില്ല, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ആയിരുന്നു. ഇത് കണ്ടോ, ഓഡിറ്റോറിയമൊക്കെ നല്ല ഭംഗിയാണ്. അപ്പോൾ അതിന് ഞാൻ ഫ്രണ്ടിലെ ഡിസൈനൊക്കെ കൂടുതൽ പൂക്കളും എല്ലാം വെക്കുന്നത് നാളെ രാവിലത്തേക്കാണ്. പക്ഷേ എന്നാലും ഓഡിറ്റോറിയത്തിൻ്റെ ആ ഒരു മൊത്തത്തിലൊരു നല്ലൊരു ലൈറ്റിങ്സും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ എൻ്റെ വ്യൂവേഴ്സിലേക്ക് എത്തിക്കുവാണ്. അപ്പോൾ അങ്ങനെ ഞാനിവിടെ ഓഡിറ്റോറിയമൊക്കെ ഒന്ന് കാണുമായിരുന്നു. ഇനിയും ബാക്കി കുറേ കാര്യങ്ങളുണ്ട്, അതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് അതിൻ്റെ ഒരു ആംബിയൻസ് ഓഡിറ്റോറിയത്തിൻ്റെ. നമ്മുടെ ബ്രൈഡിൻ്റെ പേര് ചന്ദന എന്നാണ്. ഓഡിറ്റോറിയത്തിൻ്റെ സെയിം പേര് തന്നെയാണ് ബ്രൈഡിൻ്റെ പേര് കേട്ടോ, ചന്ദന എന്നാണ്. അതിൽ നമ്മുടെ ഗ്രൂമിൻ്റെ പേര് അഖിൽ എന്നാണ്. രണ്ടു പേർക്കും അഡ്വാൻസ്ഡ് ആയിട്ട് ഞാൻ വിവാഹ ആശംസകൾ നേരുന്നു. ഇത് തലേ ദിവസമാണ്. നല്ലൊരു വിവാഹ ജീവിതം തന്നെ, ഐശ്വര്യവും എല്ലാം ഉണ്ടാവട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇതാണ് ഓഡിറ്റോറിയം. അപ്പോൾ ഇതൊക്കെ ഞാനിങ്ങനെ കണ്ടു. പിന്നെ ഇത് കൂടെ അപ്പുറത്തെ അടുക്കളയുടെ ഭാഗത്തായിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ നാളത്തേക്കുള്ള സദ്യയുടെ ഒരുക്കങ്ങളാണ് അവിടെ കാണുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് അങ്ങനെ അധികം ആളുകളെ അങ്ങനെ കയറ്റുന്നില്ല, കാരണം വെച്ചാൽ ഭയങ്കരമായിട്ട് പണിത്തിരക്കിൽ വലിയ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങോട്ട് ഞാൻ പോകാൻ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. രാത്രിയായി. അപ്പോൾ ഞങ്ങൾ തൃശ്ശൂരാണ് താമസിക്കുന്നത്. അപ്പോൾ തിരിച്ച് തൃശ്ശൂരിലെ വീട്ടിലേക്ക് പോകണം. നാളെ രാവിലെ തിരിച്ച് ഇങ്ങോട്ടേക്ക് വരും, കാരണം രാവിലെ 8-നും 8:15 ഇടയ്ക്കാണ് കല്യാണം. അപ്പോൾ ആ സമയത്ത് നമ്മളിവിടെ രാവിലെ ഒരു 6 മണിയാകുമ്പോഴത്തേക്ക് നമ്മളിവിടെ എത്തും. അപ്പോൾ എല്ലാവരും അങ്ങനെ പിരിയുവാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു തലേദിവസമായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഞാൻ കരുതുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് നാളത്തെ കല്യാണ വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.